റേഞ്ച് റോവർ ഡിഫൻഡർ വാങ്ങിയ പ്രവാസി വ്യവസായിക്ക് 8 മാസമായിട്ടും രജിസ്ട്രേഷൻ നൽകാതെ RTO ചുറ്റിച്ചുകൊണ്ടിരുന്നു. എന്നാൽ മന്ത്രി ഗണേഷ് കുമാർ ഇടപെട്ട് ഒറ്റ ദിവസം കൊണ്ട് തന്നെ രജിസ്ട്രേഷൻ നൽകി. എന്തായാലും നമുക്ക് ആ ന്യൂസ് ഒന്ന് കണ്ടിട്ട് വരാം. ഏതാണ്ട് 1.5 കോടി രൂപയോളം ചിലവാക്കി ഒരു വാഹനം ഇഷ്ടത്തോടെ വാങ്ങിയിട്ട് അതും ഒരു വനിത അവരെ 5-6 പ്രാവശ്യം നടത്തിയെന്ന് പറയുന്നത് ശരിയല്ല. അപ്പം നടത്താതെയും ചെയ്യാമെന്ന് നമുക്ക് തെളിഞ്ഞില്ല. 8 മാസം വെറുതെ കളഞ്ഞതാണെന്ന് മനസ്സിലായി. കാര്യം ഞാൻ അറിഞ്ഞു കഴിഞ്ഞ് 8 മണിക്കൂർ പോലും വേണ്ടി വന്നില്ല അത് ശരിയാവാനായിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യരുതെന്നാണ് ഉദ്യോഗസ്ഥരോട് എനിക്കുള്ള മെസ്സേജ്. ഞാൻ ഉദ്യോഗസ്ഥന്മാർക്കുള്ളൊരു മെസ്സേജ് അയക്കും. കാരണം എല്ലാ ജില്ലയിലും നിയമം ഒന്നാണ്, ഈ സ്റ്റേറ്റിലും ഈ കൺട്രിയിലും ഒരേ നിയമമാണ്, രാജ്യത്തും. അപ്പോൾ അത് ദുർവ്യാഖ്യാനം ചെയ്ത് സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അല്ല, നിർദ്ദേശമൊന്നുമില്ല. എല്ലാ RTOമാരോടും പറയുകയാണ്, ഇത്തരം ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന പരിപാടികൾ വെച്ച് നടത്തുന്ന ഉദ്യോഗസ്ഥന്മാർ, RTO മാത്രമല്ല മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ, AMEമാർ, മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ, അത് കർശനമായും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പിന്തുണയൊന്നും കിട്ടത്തില്ല. ആളുകളെ ബുദ്ധിമുട്ടിക്കാതെ കാര്യം